അഗ്വാഡ ഫോർട്ട് അഥവാ അഗ്വാഡ കോട്ട. നിങ്ങളിൽ പലരും അഗ്വാഡ കോട്ട സന്ദർശിച്ചവരാകാം, അല്ലായിരിക്കാം. എന്നാൽ അഗ്വാഡ ഫോർട്ടിൽ വെറും ഒരു കാഴ്ചക്കാരനെ പോലെ പോയി വരിക മാത്രമല്ലാതെ ആ ഭീകര കോട്ടയെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? കോളേജ് ട്രിപ്പിന്റെ ഭാഗമായി ഗോവയിലെ അഗ്വാഡ ഫോർട്ട് കാണാൻ ചെന്ന എനിക്ക് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ടുകാലത്തെ ആർക്കിടെക്ചറുകളെ ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും അഗ്വാഡ ഫോർട്ട് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത മനോഹരമായ കോട്ടയാണിത്. 1612-ൽ ഡച്ചുകാരെ പ്രതിരോധിക്കാനായി നിർമ്മിച്ച ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ കാന്റോൺമെൻ തെക്ക് ബീച്ചിലാണ്. ഇവിടെ കാണുന്ന ഈ ലൈറ്റ് ഹൗസ് 1864-ൽ നിർമ്മിച്ചതാണ്. കോട്ടയുടെ പുറത്തെ കാലാവസ്ഥ നല്ല ചൂടാണെങ്കിലും ഈ കോട്ടയുടെ ഉള്ളിൽ നല്ല തണുപ്പാണ്. അതിന്റെ കാരണം ഈ കോട്ടയുടെ നിർമ്മാണ രീതിയാണ്. കുന്നിൻ മുകളിലെ ചെങ്കല്ലുകൾ ചെത്തിയെടുത്തുകൊണ്ട് നിർമ്മിച്ച കോട്ടയാണിത്. കോട്ടയുടെ മതിലുകളും വെള്ളം സംഭരിക്കുന്ന കുഴികളും എല്ലാം തന്നെ ചെങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പോർച്ചുഗീസുകാർ ഈ കോട്ടയ്ക്ക് അഗ്വാഡ ഫോർട്ട് എന്ന് പേര് കൊടുത്തതെന്നറിയാമോ? അഗ്വാഡ എന്നാൽ ജലം അല്ലെങ്കിൽ ജലമുള്ളത് എന്നാണ് അർത്ഥം. ഈ കോട്ട ഒരു ശുദ്ധജല സംഭരണി ആയതുകൊണ്ടാണ് ഇതിനെ അഗ്വാഡ ഫോർട്ട് എന്ന് പറയുന്നത്. പണ്ടുകാലങ്ങളിൽ കപ്പലുകളിലേക്ക് ശുദ്ധജലം ശേഖരിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. 100ഓളം ടൂറിസ്റ്റുകളാണ് ഡെയിലി ഇവിടെ വരുന്നത്. ഗോവയിലെ ഏറ്റവും പഴക്കം ചെന്ന കോട്ടയും ജയിലുമാണ് അഗ്വാഡ കോട്ട. ഈ കോട്ട വർഷങ്ങളായി നിരവധി നവീകരണങ്ങൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും വിധേയമായിട്ടുണ്ട്. അഗ്വാഡ കോട്ട 1960കളിൽ പോർച്ചുഗീസ് കുറ്റവാളികളുടെ തടവറയായും പ്രവർത്തിച്ചിരുന്നു. അഗ്വാഡ ഫോർട്ടിന് 2 സൈഡ്സ് ആണുള്ളത്, അപ്പർ അഗ്വാഡ ഫോർട്ട് ആൻഡ് ലോവർ അഗ്വാഡ ഫോർട്ട്. നിർഭാഗ്യവശാൽ നമുക്ക് അപ്പർ അഗ്വാഡ ഫോർട്ടിലോട്ട് മാത്രമേ പോകാൻ സാധിച്ചുള്ളൂ. ലോവർ അഗ്വാഡ ഫോർട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ലോവർ അഗ്വാഡ എന്നത് കടലിന്റെ നടുഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന കോട്ടയുടെ ഒരു ഭാഗമാണ്. ഈ ഡിസ്ക്രിപ്ഷനിൽ അഗ്വാഡ ഫോർട്ട് കൂടാതെ ഗോവയിലെ മറ്റ് 18 ഫോർട്ടുകളുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. 23 ലക്ഷം ഗാലൻസ് വെള്ളം സംഭരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ വാട്ടർ ടാങ്കിന്. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് എന്തൊക്കെയോ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദാണ്ട് പോണിട്ടുണ്ട്. ഭാഗ്യ 2 എന്ന മൂവിയിലെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ആ ലൈറ്റ് ഹൗസ് ഏരിയയുടെ ഫ്രണ്ടിൽ. അതുപോലെ കുറേ മൂവീസ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ധൂം, ദിൽ ചാഹത്താ ഹേ, രംഗീല, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ സൺസെറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കാണും. ബട്ട് ഞങ്ങൾക്ക് സൺസെറ്റ് ഒന്നും കാണാനായിട്ട് നേരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിനുള്ളിൽ പെട്ടെന്ന് പോകേണ്ടി വന്നു. ഇത് സിഗരറ്റ് അല്ല ഗൈസ്, ടിക്കറ്റിന്റെ പീസാണ്. ആഹാ, ജയരാജ് ചാടി വരുന്നു. തിരിച്ചിറങ്ങുന്ന സമയത്ത് നേരെ ഇല്ലാണ്ട് എടുത്ത ഷോട്ട്സ് ആണ് ഗൈസ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോയിലൊക്കെ എന്താണെന്ന് കൂടി എനിക്ക് അറിയില്ല. ഞങ്ങൾ പെട്ടെന്ന് പോയി. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.